മാത്രമല്ല ഈ ശ്രീനാരായണ തീർച്ചയായിട്ടും അതുകൊണ്ട് നല്ലൊരു കാര്യമാണ് ചാണ്ടിയമ്മൻ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഈ അടിപിടി ഉള്ള കാര്യങ്ങളിലൊക്കെ വെറുതെ ഇൻവോൾവ് ആയി വെറുതെ സത്യം എത്ര പേര് എത്രയൊക്കെ മോശം ആക്ഷേപങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. ചാണ്ടിയമ്മനെ ശരിക്കും തകർക്കാൻ തന്നെ ചില ആളുകൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പക്ഷെ ആ സാഹചര്യത്തിലും പുള്ളി മൈൻഡ് ചെയ്യാതെ പുള്ളി നടക്കുക ഡെവലപ്മെന്റിന് വേണ്ടി പരിശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അതായത് ഈ ഇലക്ഷന്റെ സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ ചാണ്ടിയമ്മന്റെ ഒരു പോസ്റ്റ് ഭയങ്കര വിവാദമായിരുന്നു. ആ പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഡൽഹിയിൽ പോയിട്ട് അവിടുത്തെ CPM പ്രവർത്തകർക്കൊപ്പം ഇങ്ങനെ തോളോട് തോൾ ചേർന്ന് കൈ ഉയർത്തി നിൽക്കുന്ന ഒരു ഫോട്ടോ ചാണ്ടിയമ്മൻ കറക്റ്റ് ടൈമിങ്ങിൽ ഇട്ടു. അപ്പൊ ഇവര് പറയുന്നു ചാണ്ടിയമ്മന്റെ കൂറ് CPM-നോടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറെ പേര് ചാണ്ടിയമ്മനെ താറടിക്കാൻ നോക്കി. അത് മുൻപ് ഉണ്ടായിട്ടുണ്ട്. ചാണ്ടിയമ്മനായിട്ട് പേഴ്സണലായിട്ട് നമ്മൾ സംസാരിച്ചപ്പോഴും ചാണ്ടിയമ്മനെ ഒരുപാട് തഴയാനായിട്ട് പല ഘടകങ്ങൾ, അത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളതാണെന്ന് തന്നെ അദ്ദേഹം പറയുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു പരുക്കൻ അച്ഛനെ വിട്ടിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിനെ പോലെ അല്ല ചാണ്ടിയമ്മൻ, കുറച്ച് പരുക്കനാവാറുണ്ട് ചില സമയത്ത് നിലപാടുകളിലും. കുറച്ചും കൂടെ ഒരു നമ്മൾ കണ്ടായിരുന്നു താടിയൊക്കെ വളർത്തി ഭയങ്കരമായിട്ട് ഏതോ സിനിമയിൽ ധനുഷിനെയൊക്കെ പോലെ അല്ല വിജയ് സേതുപതിനെയൊക്കെ പോലെ ഭയങ്കര ഒരു മാസ് പോലെയൊക്കെ ചില ഭയങ്കര പ്രതികരണങ്ങളൊക്കെ പുള്ളി നടത്തിയായിരുന്നു. ഇപ്പൊ അതേ പുള്ളി ഡ്രിം ചെയ്ത് എല്ലാം നല്ല സമാധാനത്തിന്റെ വകയില്ല മാർപ്പാപ്പൊക്കെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നല്ലൊരു മനസ്സിന്റെ ശുദ്ധീകരണത്തിന് തന്നെയാണ് ഇതൊക്കെ ഇടവരുത്തുക. അല്ലാതെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലി എന്ത് വന്നാലും ചാണ്ടിയമ്മൻ ഭാവിയിൽ ഒരു വാഗ്ദാനം തന്നെയാണെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. തഴഞ്ഞില്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ എത്തും. ഞാൻ മുഖ്യമന്ത്രി എന്ന് പറയുന്നില്ല, മുഖ്യമന്ത്രി പദം അതിലെത്താൻ സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട മന്ത്രി ആകാം, ആഭ്യന്തരം എടുക്കാം, അല്ലെ റവന്യൂ എടുക്കാം, ഏത് വേണമെങ്കിലും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള നേതാക്കൾ വളർന്ന് വരട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പമുള്ള ചാണ്ടിയമ്മൻ അഭിനന്ദനങ്ങൾ. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് ഒരു കോട്ടയത്ത് വന്നാൽ കാണാം. കോട്ടയത്ത് മഴയൊക്കെ ഉണ്ട്, വേഗം അതിന് വേഗമാ. കോട്ടയത്ത് നല്ല മഴയാണെന്നൊക്കെ.